ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി അല്ലേ കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോയിൽ കണ്ടിട്ട് കേട്ടാ. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവില്ല ഞാൻ എന്തുകൊണ്ടാണ് വരാഞ്ഞതെന്ന്. എനിക്ക് നല്ല ജലദോഷം ചുമ എല്ലാം വന്ന് സൗണ്ട് ഫുൾ പോയി ഞാനേ. അപ്പോൾ സൗണ്ട് തീരില്ല. ഞാൻ 2-3 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ സൗണ്ട് വേണ്ടേ. അതുകൊണ്ട് ഇന്നാണ് കുറച്ചൊരു സൗണ്ട് വന്നിട്ടുള്ളത്. എന്നാലും അതങ്ങോട്ട് ക്ലിയറായി വന്നിട്ടില്ല. നല്ല ചുമയാണ്. ചുമച്ച് തൊണ്ടയെല്ലാം പൊട്ടി ആ രീതിയിലേനും. അപ്പോൾ പിന്നെ സൗണ്ട് കൊടുക്കാൻ ഒറ്റപ്പൊടി കുറച്ച് നേരം സംസാരിക്കുമ്പോഴേക്കും ഭയങ്കര ചുമയേനും അതുപോലെ പനിയുണ്ടേനും എല്ലാം കൊണ്ട് ഈ ഒരാഴ്ച ഭയങ്കര ഇതിന്. പിന്നെ നമ്മളെ ഉത്സവങ്ങളായി വീടിൻ്റെ അടുത്ത് താല്പര്യമായി അതെല്ലാം ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ വോയിസ് കൊടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കുറേ ഷോർട്ടുകൾ കിട്ടുന്നത്. നമ്മൾ ഇടുന്നുള്ള കുറച്ച് വിശേഷങ്ങൾ, പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അങ്ങനെയെല്ലാമായിട്ട് അതെല്ലാം ഷോർട്ട് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഷോർട്ടെല്ലാം കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ലോങ് വീഡിയോ കുറച്ച് ഞാൻ എടുത്തു വെച്ച കുറച്ച് 2-3 വീഡിയോകളുണ്ട്. അതെല്ലാം കൂടി ഇന്ന് ഞാൻ പരമാവധി പറ്റും പോലെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. ഇതാ കൈമ തട്ടുണ്ട് ചോറിന് അരി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മിച്ചത് ഇന്ന് കുറച്ച് സൗണ്ട് വന്നല്ലോ എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര നാളും വീഡിയോ ഇടാത്ത, ഒരാഴ്ച വീഡിയോ ഇടാത്തതെന്നുള്ള ആ ഒന്നുകിൽ ഒരു 2 ദിവസം ഇടവേളകളിലെങ്കിലും ഞാൻ വീഡിയോ ഇടലുണ്ടേനെ. അപ്പോൾ അതിൻ്റെ കാരണം ഒന്ന് പറയാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ അരി ഇടാൻ നോക്കുന്ന കേട്ടോ. അപ്പോൾ സൗണ്ട് ഇത്രയേ വരുന്നുള്ളൂ കേട്ടോ. പരമാവധി സൗണ്ടിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ രാവിലത്തെ ചായേൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. സൗണ്ട് പരമാവധിയാണ്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച കൊണ്ട് തീരെ സൗണ്ട് ഇല്ലേനും. അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ പറയുന്നത്. ഇന്ന് തന്നെ ഭയങ്കര ചുമയാണ്. കുറച്ച് നേരം സംസാരിക്കുമ്പോഴേക്ക് നല്ല ചുമയുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് വീഡിയോ. കുറേ ആയിട്ട് ഇടാത്തതുകൊണ്ട് ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇടലാന്ന്. അപ്പോൾ രാവിലെ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ ഇതാന്നേ. നമുക്ക് എന്നതിൻ്റെ പേര് മാന്തള എന്തോ ഒന്ന്. എപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ സമയമാകുമ്പോൾ ഞാൻ മീനിൻ്റെ പേര് മറന്നു പോകും. അപ്പോൾ ഇതാണ് മീൻ കേട്ടോ. ഇത് കുറച്ചൊരു മുള്ളലുള്ള മീനാണ്. അപ്പോൾ മുളകിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത്ര രസമില്ലാന്ന് തോന്നുന്നു, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഇത് ഞാനിന്ന് മുളകിട്ടിട്ടാണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ അതിനെ മുറിക്കുന്നതാണ്. അപ്പോൾ പുറത്തൊന്നും കൊണ്ടുപോയിട്ട് മുറിക്കാൻ ആകെ 3 മീനല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ വർക്ക് ഏരിയയിൽ തന്നെ വെച്ചിട്ട് അങ്ങ് മുറിക്കാമെന്ന്. അവിടെ കുറേ മീനെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പുറത്ത് അപ്പുറം പോയിട്ട് ഇരുന്നിട്ടെല്ലാം കുറച്ച് ക്ഷമയോടെ മുറിച്ചെടുക്കണ്ടേ. ഇതിപ്പോൾ ആകെ 3 മീനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ തീരെ പറ്റുന്നുമില്ല. അപ്പുറം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പടെ പൂച്ചകൾ ഞാൻ എപ്പോൾ കാണിക്കലില്ല. അതേപോലെ പൂച്ച വന്നിട്ട് മീൻ മുറിക്കാൻ തന്നെ വിടൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം കൊണ്ടും നല്ലത് ഇവിടെ നിന്നിട്ട് വേഗം മുറിക്കാമെന്ന്. പിന്നെ വിചാരിച്ച് കത്രികക്കാണ് മുറിക്കുന്നത്. കത്രിക കൊണ്ട് മുറിക്കുമ്പോൾ വേഗം കഴിയുമല്ലോ. അപ്പോൾ കത്തിയും കൊണ്ട് മുറിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമായിട്ട് ആ കത്രിക ഒരുവിധം എല്ലായിടയ്ക്കും ഇപ്പം കത്രിക വെച്ച് തന്നെയാണെന്ന് തോന്നുന്നല്ലേ മുറിക്കുന്നത്. അപ്പോൾ കത്രിക കത്തി കൊണ്ട് മുറിക്കുന്നവരൊന്ന് കത്രിക വെച്ചൊന്ന് മുറിച്ച് നോക്കട്ടാ. പിന്നെ ആരും കത്തി എടുക്കില്ല. ഇതാന്ന് എളുപ്പം എന്ന് വെച്ചാൽ കൈയും മുറിയൂല, നമുക്ക് വേഗം മുറിച്ച് കഴിയുകയും ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞത് കണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കത്രിക കൊണ്ട് ഞാൻ മുറിക്കുന്നുണ്ടല്ലേ, വെറുതെ ഈ കത്രിക എടുത്തിട്ടൊന്ന് 2 പ്രാവശ്യം ഒന്നിങ്ങനെ മുറിക്കുന്ന പോലെ ആക്കുമ്പോഴേക്ക് ഏടുന്നല്ലോ ഓടിച്ചാടി വരും. പൂച്ചക്ക് ഈ കത്രികേൻ്റെ സൗണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് നിൽക്കുന്ന കേട്ടോ. വെറുതെ ഒന്ന് കത്രിക കൊണ്ട് മുറിക്കും പോലെ ആക്കിയാലും ഏടുന്നല്ലോ ഓടി വരും. അപ്പോൾ എല്ലാം 3 കൂടെ അടി കൂടിയിട്ട് തിന്നുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഇടക്ക് പോയി നോക്കിയതാണ്. അപ്പോൾ ഞാൻ അന്ന് മുറിക്കുന്നത് അന്നേരം അങ്ങ് ഇട്ട് കൊടുക്കുക. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ലേ പാവം. അപ്പോൾ അതങ്ങനെ തല പൂച്ചക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ അതെല്ലാം ഞാൻ കഷ്ണമാക്കാണ്ട് തന്നെ അങ്ങനെ തന്നെ മുറിച്ചിട്ടിട്ടാണ് കഴുകുന്നത്. ഇങ്ങനെ മുറിച്ചിട്ട് കഴുകിയാൽ എന്നാ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുറിച്ചിട്ടിട്ട് കഴുകുമ്പോൾ അതിൻ്റെ ആ ഇറച്ചി ഭാഗമെല്ലാം ചിലത് ആ മുറിച്ച കഷ്ണത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് ചിലത് ഇങ്ങനെ വിട്ട് വരും. അത് നല്ല ഫ്രഷ് മീനാണെങ്കിൽ പോകില്ലായിരിക്കും. പക്ഷേ എന്തായാലും നമ്മളൊരു 3-4 വെള്ളത്തിൽ കഴുകൂലേ, അന്നേരം എന്തായാലും കുറച്ച് പുറത്തോട്ട് വരും. അതിലും നമ്മളിങ്ങനെ അയിലയെല്ലാം, പ്രത്യേകിച്ച് അയിലയെല്ലാം ഇങ്ങനെ മുറിക്കാണ്ട് ഇങ്ങനെ നീളത്തോടെ നമ്മൾ കഴുകിയാൽ അത് പുറം വൃത്തിയാകും, ഉള്ളുമെല്ലാം വൃത്തിയാകുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഷ്ണമാക്കിയതിന് ശേഷം ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. എന്നാൽ നമ്മളെ മീനിൻ്റെ ഇറച്ചിയെല്ലാം അങ്ങനെ ഇതായിട്ട് പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ അതുകൊണ്ട് അങ്ങനെ മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇപ്പോൾ അടുക്കളയിലുള്ള ബാക്കി പരിപാടിയാണ് മുളകിടൽ. രാവിലത്തെ ചായൻ്റെ കടീൻ്റെ പാത്രങ്ങളെല്ലാം ആണ് കാണുന്നത്. അപ്പോൾ ഇനി മീൻ മുളകിടാൻ നോക്കുന്നതാണ്. അന്നേരം അമ്പാടി കയറി വരുന്നതെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്പാടി പുറത്ത് പോയതിനും ഇന്നൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവർ പുറത്ത് പോയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്താ കഴിച്ചതെന്നെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ബിരിയാണി ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് പോയി വന്നതിൻ്റെ ആ വിശേഷങ്ങൾ പറയലാന്ന്. ക്യാമറേൻ്റെ മുമ്പിൽ വരുന്നൊന്നുമില്ല, പുറത്തുനിന്ന് പറയുന്നത്. ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ്, ഉണ്ടാക്കും. ദേവൂട്ടി വന്നിട്ടുമില്ല. അപ്പോൾ അമ്പാടി വന്നേരം ഡ്രസ്സും കഴിച്ചിട്ടുകൊണ്ട് വർത്താനം പറയുന്നതാണ്. അപ്പോൾ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് പറയുന്നതാണ്. വിശേഷങ്ങളെല്ലാം പറഞ്ഞു ഓൻ അതിലേ നടന്ന് അങ്ങ് പോയി. അപ്പോൾ നമ്മൾ കറി വെക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. പുളി കുതിർത്തിട്ടുണ്ടേനും. അപ്പം ഉപ്പും മുളകും മഞ്ഞളും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി അവിടെ വെച്ചിട്ട് പെരക്കി വെച്ചിട്ട് കുറച്ച് നേരം സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിന് കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് അതൊന്ന് നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം അത് പിന്നെ ഞാൻ കഷ്ണമെല്ലാം അതൊന്ന് വറ്റിച്ചെടുത്ത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ടിച്ച് നമ്മളെ മീൻ മുളകിട്ടത് റെഡിയായി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഉണ്ടായിരുന്നു, പാക്കറ്റ് വാങ്ങിയത് വറുത്തെടുക്കാണ്ടേനും. അതെല്ലാം ഒന്ന് അപ്പാടെ ഒന്ന് ചൂടാക്കിയെടുത്ത്. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബാക്കിൽ ഞാനൊരു ഈന്തുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നമ്മളെ ബാക്കിൽ തൊട്ട് ബാക്കിൽ നമ്മൾ പച്ചമുളകെല്ലാം നട്ടേൻ്റെ. അപ്പോൾ ആ ഈന്തിലേക്ക് കുറച്ച് കുരുമുളക് വള്ളി പടർന്നിട്ടുണ്ടേനും. അതിൽ നിറച്ചും കുരുമുളകായിട്ടുണ്ട്. എന്നുവെച്ചാൽ അധികം പടർന്നിട്ടില്ല കേട്ടോ. ഒരു 2 വർഷം ആയിട്ടുള്ളൂ ഇത് വെച്ചിട്ട്. 2 വർഷത്തിലപ്പുറം ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വേഗം കായ്ക്കുന്ന തരം മുളകാണ്. അപ്പോൾ ആ വള്ളി പോയെടുക്കെല്ലാം കുരുമുളക് വള്ളി പോയെടുക്കെല്ലാം നല്ല നിറച്ചുണ്ടായിരുന്നു. കുറേ വീണെടുക്കുകയെന്ന് ഞാൻ എടുത്തിന്. പിന്നെ ബാക്കിയെല്ലാം ഇത് അതിൻ്റെ അകത്ത് തന്നെ ഉണങ്ങുന്ന പോലെ തോന്നി, അതായത് ഇലയടക്കം ഉണങ്ങുന്ന പോലെ തോന്നി. അപ്പോഴാണ് ഞാൻ കയ്യെത്തുന്നെടുക്കുന്ന നിലം പറിച്ചതാണ്. കുറച്ച് മേലോട്ടുണ്ട്, പക്ഷേ അതെനിക്ക് പറിക്കാൻ എത്തുന്നില്ല. കണ്ട ഇപ്പം ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ എൻ്റെ തൊണ്ടയെല്ലാം അങ്ങ് ഡ്രൈ ആയിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കാൻ അത്രയേ പറ്റുന്നുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ മുടക്കണ്ടെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് വോയിസ് കൊടുക്കലാന്നേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, എൻ്റെ വീഡിയോയിലെന്ന് പറയാൻ ഇതല്ലേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ ഉള്ളിൽ, അതായത് ചോറാക്കുന്ന കറിയാക്കുന്നത്, പിന്നെ കുറച്ച് പച്ചക്കറികളുണ്ട് അത് നട്ടത്, ഇതെല്ലാം നനക്കുന്നത്, ചെടി നനക്കുന്നത്, ഇങ്ങനെയല്ലേ എനിക്ക് എൻ്റെ വീഡിയോയിൽ കാണാനുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നു, നിനക്ക് ഇതേ വീഡിയോയിൽ കാണിക്കാനുള്ളോ, എപ്പോഴും മുറ്റടിക്കുന്നത്, എപ്പോഴും കറി വെക്കുന്നത്, ഇതല്ലേ വേറെ നിങ്ങൾക്ക് പുറത്തോട്ട് പോയിട്ട് വീഡിയോ എടുത്തൂടെ, കുറച്ച് വിശേഷങ്ങളും പുറത്തുള്ളതെല്ലാം കാണിച്ചൂടെ, അങ്ങനെയെല്ലാം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നല്ല ഇതിൽ ചോദിക്കുന്നത്, അതേ മോശമായിട്ട് ചോദിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നൊന്നും അല്ല കേട്ടോ. നല്ല ഇതിൽ തന്നെ അടുക്കളയിലുള്ള കാര്യങ്ങൾ കാണിക്കാൻ കുറച്ച് പുറത്തെല്ലാം ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുന്നെല്ലാം പറയും. പക്ഷേ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം ഉള്ള സമയത്ത് എടുക്കുന്ന വീഡിയോസാണ് കൂടുതലും. അപ്പോൾ എനിക്ക് എൻ്റെ വീടും അടുക്കളയും ചുറ്റുവട്ടവും ഞാൻ നട്ട കുറച്ച് ചെടികളും ഞാൻ നട്ട കുറച്ച് പച്ചക്കറികളും അതുമല്ലേ കാണിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഞാനിതെല്ലാം കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കാണുക. അപ്പോൾ കുറച്ച് പച്ചമുളകെല്ലാം നട്ടതുണ്ട്. പച്ചമുളകെല്ലാം ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്ന് കുറച്ച് ദിവസമായില്ലേ ഞാനിതെല്ലാം കാണിച്ചിട്ട്. അപ്പോൾ പച്ചമുളകെല്ലാം കുറച്ച് പൊങ്ങി ഉഷാറായി വന്നിട്ടുണ്ട്. ഒന്നിൻ്റെ തലക്കം പൊട്ടിപ്പോയി കേട്ടോ. എങ്ങനെയോ പ്രാണിയാറ്റം വന്ന് തിന്നതാന്ന് തോന്നേ. പക്ഷേ അതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ മുള വരുന്നുണ്ടേ. അപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഞാൻ തേച്ചൊന്നും പറിച്ചില്ല, കുറേയെല്ലാം ഉണങ്ങി ഇങ്ങ് വീഴുന്നുണ്ട്. ഈടെ ഈ തണലിൽ വെച്ചാൽ പോരേ, നിങ്ങളെന്തിനാ അങ്ങോട്ടാച്ചിന്, അത് വെയിലത്ത് ഈടെ വെച്ചാൽ പോരേനാ. ഇത് നമ്മൾ കുറച്ച് മുമ്പെടുത്ത് വെച്ച വീഡിയോ ആണേ. അപ്പോൾ ഈ സമയത്തൊന്നും എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഒറ്റപ്പടി പറ്റുന്നില്ലേനും, സൗണ്ട് തീരെ ഇല്ലേനും. അതുകൊണ്ട് പിന്നെ നമ്മളിത് സംസാരിച്ചുകൊണ്ട് വരുന്ന ശ്രീയേട്ടൻ ലൈവാണോ എടുക്കുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് വരുന്നതിനെ ആ വോയിസ് ഒന്നും ഇടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാവിലേക്ക് പോകുന്നതാണ്, കാവിൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ അവിടെ നിന്ന് പാട്ടും പിന്നെ അനൗൺസ്മെൻ്റ് എല്ലാം ഉണ്ട്, മ്യൂസിക് എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ് സൗണ്ട്. അതാണ് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാവിൻ്റെ അടുത്തെത്തി. കുറേ ആൾക്കാർ പോയി മടങ്ങുന്നുണ്ട്, കാവിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ രാവിലെ തൊട്ടേ തെയ്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കലാന്നേ. ഉച്ചയ്ക്ക് ശേഷമാണ് നല്ല പ്രധാനപ്പെട്ട തെയ്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള തെയ്യങ്ങളെല്ലാം ഉള്ളത്. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, എല്ലാം നല്ലത് തന്നെ. എന്നാലും ഒരുപാട് കൂടുതലും ആളുകൾ ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷം ആണ്. അപ്പോൾ ഫുഡെല്ലാം ഉണ്ടാടെ നല്ല സദ്യ ആയിരിക്കും. പായസം എല്ലാം കൂട്ടി, പായസം കൂട്ടുകറി എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാ കൊല്ലവും പോക്കുണ്ട്. പിന്നെ ഉത്സവകാലമായി കഴിഞ്ഞാൽ എല്ലാവരും ഉത്സവപ്പറമ്പ് തന്നെ ഈ ഭാഗങ്ങൾ തേച്ചു.
അപ്പോൾ തെയ്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ ഇതെല്ലാം തെയ്യങ്ങളെ മാസമാണ്. അപ്പം ഇത് നമ്മൾ വേറെ ഒരു മുത്തപ്പ ക്ഷേത്രത്തിൽ പോയതാണ്. അതൊരു സന്ധ്യ സമയത്താണ് പോയത്, നമ്മളെല്ലാവരും പോയത്. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാമെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ദേവുവിന് അറിയുന്ന ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ്, ഒരു പാട്ട് ആ ബാക്കിൽ സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ ആ സ്റ്റെപ്പ് വെക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം കളിക്കാനും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. നന്നായി നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നേരം എല്ലാവരെ കളിയാന്ന്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണ്ടേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പിന്നെ വീട്ടുകാര്യങ്ങളും പാചകങ്ങളും എല്ലാം അടങ്ങിയ ഒരു ചെറിയൊരു ഫാമിലി വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നാളെ കാണാം. ബായ്.